ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് കാസർഗോഡ് LDC റാങ്ക് ലിസ്റ്റിൽ ഫസ്റ്റ് റാങ്ക് അടിച്ച ജയേഷാണ് കൂടെ ഉള്ളത്. തിരുവനന്തപുരത്ത് നിങ്ങൾ ഫസ്റ്റ് റാങ്കുകാരനെ കണ്ടത് ഒരു 2K കിഡിനെ ആണെങ്കിൽ നമ്മൾ കാസർഗോഡ് കാണാൻ പോകുന്നത് ഒരു 80s കിഡിനെയാണ്. ഒരുപാട് പ്രാരാബ്ദങ്ങളിലൂടെയൊക്കെ സഞ്ചരിച്ച് PSC പോലും എഴുതാൻ പറ്റാതെ ഏറ്റവും അവസാനം തൻ്റെ 39ാമത്തെ വയസ്സിൽ LDക്ക് അപ്ലൈ ചെയ്യുന്നു. LDക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു PSCയും പിന്നെ എഴുതാനുള്ള യോഗം പോലും ഇല്ല. പക്ഷേ ആ ഒരൊറ്റൊരെണ്ണം മതിയായിരുന്നു ജീവിതത്തിൽ ഒരു ജോലി സമ്പാദിക്കാൻ. അതും ഫസ്റ്റ് റാങ്കോടുകൂടെ തന്നെ അടിച്ച് എത്തിയിരിക്കുകയാണ് നമ്മുടെ ജയേഷ്. അപ്പൊ നമുക്ക് ജയേഷിന് ആദ്യം നമുക്ക് സ്വാഗതം ചെയ്യാം. കൺഗ്രാറ്റുലേഷൻ, ഫസ്റ്റ് റാങ്ക് അടിച്ച് ജോലിയിൽ ഏകദേശം ഉറപ്പിച്ച് വന്നിരിക്കുകയാണ്. ഇനി ഒരു 1-2 മാസം കൊണ്ട് എന്തായാലും ജോലിയിൽ കയറും. അപ്പൊ നമുക്ക് ജയേഷിന്റെ വിശേഷങ്ങളും വഴികളും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, കാണാം. ജയേഷ്, ആരൊക്കെയാണ് വീട്ടിലുള്ളത്? വീട്ടില് അച്ഛൻ, അമ്മ, 2 ചേട്ടന്മാര്. ഓക്കെ. അച്ഛൻ എന്ത് ചെയ്യുന്നു? അച്ഛൻ ആയുർവേദത്തിന്റെ ഡീലറായിരുന്നു, ഡീലർഷിപ്പ് എടുത്ത് വർക്ക് ചെയ്യായിരുന്നു. ഓക്കെ. അമ്മ വീട്ടിൽ തന്നെയാണ്, ഹൗസ് വൈഫാണ്. പിന്നെ ഏട്ടന്മാരുണ്ട്, 2 ചേട്ടന്മാരാണ്. അപ്പോൾ കാസർഗോഡ് എവിടെ വീട്? കാസർഗോഡ് കുറ്റിക്കോല് പള്ളത്തിൻകാൽ എന്ന് പറയും, എക്സാക്ട് പ്ലേസ്. ഓക്കെ. കർണാടക ബോർഡറായിട്ട് വരും ഏകദേശം. നമ്മളിപ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ബാക്കിയുള്ളിടത്തൊക്കെ ഈ 25, 26, 27 വയസ്സായവരൊക്കെ എന്ത് ചെയ്യുന്നു, പരീക്ഷയൊക്കെ എഴുതി അടിക്കുന്നു. ഇപ്പോൾ സാഹചര്യങ്ങൾ കൊണ്ട് അവസാന നാളിലേക്ക് മാത്രമേ PSC എഴുതാൻ പറ്റിയിട്ടുള്ളൂ എന്നാണ് അറിയാൻ പറ്റിയത്. എത്ര വർഷം ഇപ്പോൾ ഈ അവസാന ഇപ്പം നമ്മൾ ഈ അടിച്ച LDC അടക്കം എത്ര PSC പരീക്ഷ എഴുതിയിട്ടുണ്ടാവും? ടോട്ടൽ ഒരു 10-ൽ താഴെ 6-7 PSC ടോട്ടൽ എഴുതിയിട്ടുണ്ടാവുള്ളൂ. അപ്പൊ എത്ര കാലമായിട്ട് PSC പഠനത്തിലേക്ക്? ഒരു 2 ഇയർ ആയിട്ടുള്ളൂ. അതായത് ഈ 39 എടുത്തിട്ട് 2 ഇയർ മാത്രമേ PSCക്ക് നോക്കിയിട്ടുള്ളൂ. അപ്പൊ അതിന് മുന്നേ നോക്കിയില്ല? ഞാൻ പ്രൈവറ്റ് ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു. ഇവിടെ തന്നെ ആയിരുന്നു? അതോ ഫില് കുറച്ചാളുണ്ടായിരുന്നു, ഒരു 6 വർഷം. പിന്നെ ഹൈദരാബാദ് വർക്ക് ചെയ്യായിരുന്നു. പക്ഷെ അവിടുന്ന് പിന്നെ അമ്മയ്ക്ക് ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂ വന്നു. അപ്പോൾ അങ്ങനെ സ്പൈനലിൻ്റെ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാട്ടിൽ വരേണ്ടൊരു സാഹചര്യം വന്നു. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് റിസൈൻ ചെയ്ത് നാട്ടിൽ വന്നു. അമ്മയുടെ ട്രീറ്റ്മെൻറ്റൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ചാളുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വീട്ടിൽ നിൽക്കണം എന്ന് വിചാരിച്ച് ഒരു ചെറിയ ജോലിയും സൈഡ് ബിസിനസ്സൊക്കെ ആയിട്ട് ഇങ്ങനെ ചെറിയ രീതിയിൽ നിൽക്കുന്ന സമയത്ത് വീട്ടിൽ നിന്ന് നിർബന്ധിച്ച് എന്തായാലും നാട്ടിൽ നിൽക്കുകയാണ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞിട്ട് വീട്ടുകാർ, അമ്മ മെയിനായിട്ടും പുഷ് ചെയ്തിട്ടാണ് PSCയിലേക്ക് ഇറങ്ങുന്നത്. നമ്മളും ഒക്കെ പലരും പല പ്രാരാബ്ദങ്ങളിലൂടെ വരുന്നതാണ്. ഇപ്പോൾ ജയേഷ് ആദ്യം ഒരു പ്രവാസിയായിരുന്നു, പിന്നെ ഹൈദരാബാദ് വർക്ക് ചെയ്തിട്ടുണ്ട്, പലയിടത്തും വർക്ക് ചെയ്ത് ഒടുക്കം നാട്ടിലേക്ക് വരുന്നത് തന്നെ അമ്മയ്ക്ക് ഒരു ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് അമ്മയുടെ കൂടെ നിൽക്കാൻ വേണ്ടി വന്ന് അമ്മ പറയുകയാണ്, എന്തായാലും ഒന്ന് നോക്ക്, എല്ലാവരും ട്രൈ ചെയ്യുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇറക്കിയതാണ്. അതാണ് ജയേഷിനെ PSCയിലേക്ക് എത്തിച്ചത്. അപ്പോൾ ഒരു വലിയൊരു മുഷിയായിട്ടോ അല്ലെങ്കിൽ ആ ലെവലിലേക്കുള്ള ഒരു പഠനമായിട്ടല്ല ജയേഷ് PSCയിലേക്ക് കടന്നു വരുന്നത്. എല്ലാ സാധാരണക്കാരെയും പോലെ തന്നെ പ്രതിസന്ധികളോടെയാണ് കടന്നു വരുന്നത്. ഇനി PSCയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇതെങ്ങനെ പഠിക്കണമെന്നോ അല്ലെങ്കിൽ ആരെങ്കിലും ഗൈഡൻസ് തരാനോ ആരെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നോ? ഐഡിയ ആയിട്ട് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഇല്ല. അപ്പം വീടിൻ്റെ അടുത്തുള്ളൊരു ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആദ്യം പോയി ജോയിൻ ചെയ്തു. അങ്ങനെ കുറച്ചാൾ പോയി ഒരു 8 മാസം ഞങ്ങൾ ജോയിൻ ചെയ്തു, അവിടെ ക്ലാസ് നടത്തി. പക്ഷേ എനിക്ക് ടൈം ഉണ്ടായിരുന്നില്ല, പഠിത്തം മൂവ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതിൽ ക്ലാസ്സുകൾ കുറച്ച് കുറവായിരുന്നു, റിപ്പീറ്റഡ് ക്ലാസ്സുകൾ. ഫ്രണ്ട്സിനെ കിട്ടിയായിരുന്നു, നല്ല ഫ്രണ്ട് സർക്കിൾ കിട്ടി, അതൊരു പോസിറ്റീവ് ആയിരുന്നു. ഞങ്ങളൊരു 5-6 ആൾക്കാരുണ്ടായിരുന്നു ഫ്രണ്ട് സർക്കിൾ. അപ്പോൾ കാരണം അവർക്ക് കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു എന്നെക്കാട്ടും. അപ്പം എനിക്ക് ഫസ്റ്റ് ആക്ച്വലി റാങ്ക് ഫെയർ എന്താണെന്ന് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല ജോയിൻ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അവർ എന്നെ ഗൈഡ് ചെയ്ത് തന്നു, കുറച്ച് ഇങ്ങനെ ഇതൊക്കെ പഠിക്കണം, ഇതൊക്കെയാണ് എന്നൊക്കെ രീതിയിൽ. അപ്പം അങ്ങനെ ഒരു ഏകദേശം 8 മാസമൊക്കെ ആയി കഴിഞ്ഞപ്പോൾ, അത് മുമ്പോട്ട് പോകാതായി കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ LP UP കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ അവർ സൈലത്തിൽ ഓൺലൈനായിട്ട് എടുത്തു. അവിടുത്തെ ക്ലാസ്സിൻ്റെ ഒരു ഡിസ്കംഫർട്ടും ഉണ്ട്. അപ്പോൾ അങ്ങനെ സൈല എടുത്തു എന്ന് അറിഞ്ഞ സമയത്ത് അവർ ഇനി ഇവിടെ പഠിക്കേണ്ട പറഞ്ഞിട്ട് അവരെ പുറത്താക്കി. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ സർക്കിൾ പൊട്ടി കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾക്കും പോകാനൊരു മടിയായി. അപ്പം ഇപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഞാനും സൈലം എടുക്കാം, വീട്ടിൽ ഇരുന്ന് പഠിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ സൈലം എടുത്തുകൊണ്ട് ഇപ്പോൾ ഇവിടെ എത്തി എന്നുള്ളത്. അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു സ്വീറ്റ് റിവെഞ്ചും കൂടിയാണ് ഈ ഫസ്റ്റ് റാങ്ക് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ? ഓക്കെ. എന്തായാലും ഇനി പഠിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ്, അതായത് ഇപ്പം നമുക്ക് പലരും എല്ലാവർക്കും ഉള്ള സംശയമാണ്, ഞാനും ഒക്കെ നന്നായിട്ടൊക്കെ പഠിക്കുന്നുണ്ട്, ഇയാൾക്ക് പ്രത്യേകിച്ച് എന്താണ്
ഇയാൾ എന്താണ് പ്രത്യേകിച്ച് ചെയ്തിരുന്നത് എന്നുള്ളതൊക്കെ അറിയാനുള്ള ആഗ്രഹമൊക്കെ ഉണ്ടാവും. പ്രത്യേകിച്ച് ടൈം മാക്സിമം യൂട്ടിലൈസ് ചെയ്തു. അങ്ങനെ എന്റർടൈൻമെന്റ് പേഴ്സണൽ കാര്യങ്ങൾ അതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നല്ലോണം വർക്ക്ഔട്ട് ചെയ്തു. പ്രീവിയസ് ക്വസ്റ്റ്യൻ പ്ലസ് റിലേറ്റഡ് ഫാക്ട്സ്. പിന്നെ ക്ലാസ് കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്തു ഞാൻ മാക്സിമം. കാരണം ഒരു ക്ലാസ് പോലും ഇപ്പോൾ ചില സമയത്ത് ജോലിയുടെ ഭാഗമായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മാക്സിമം അന്ന് തന്നെ ആ ദിവസത്തെ ക്ലാസ്സൊക്കെ എഴുതി നോട്ട് എഴുതി പിറ്റേ ദിവസം കറക്റ്റ് റിവൈസ് ചെയ്തു. ആ റിവിഷനിൽ നമുക്കൊരു അപ്പോൾ കുട്ടികൾക്ക് സ്വാഭാവികമായിട്ടും തോന്നുന്നൊരു സംശയമാണ്, ഈ പലരും മടിച്ചു നിൽക്കുന്നൊരു കാര്യം, ഒരു 35 കഴിഞ്ഞാൽ അല്ലെങ്കിൽ 30 കഴിഞ്ഞാൽ പിന്നെ മറവിയൊക്കെ ഭയങ്കരമായിട്ട് ബാധിക്കും. അതായത് ഈ വയസ്സൊക്കെ ആവുകയാണ്, ബാക്കിയുള്ളവരൊന്നും കോമ്പീറ്റ് ചെയ്ത് എത്തുന്നില്ല, അങ്ങനെയുള്ള കുറേ തോന്നലുകളൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ അലട്ടിയിരുന്നോ? ഇല്ല, നമ്പർ അങ്ങനത്തെ ഒരു പ്രശ്നം വന്നിട്ടില്ല. മെമ്മറിയുടെ വിഷയമൊന്നും ഉണ്ടായിട്ടില്ല. നമ്മുടെ മനസ്സാണ് ആക്ച്വലി മടുപ്പ് തോന്നും പല സമയത്തും. അപ്പൊ ഈ പ്രീവിയസ് റാങ്ക് ഹോൾഡേഴ്സിന്റെ ഒക്കെ വീഡിയോ ഒക്കെ എടുത്ത് നോക്കുമ്പോൾ അവർ തന്നെ പറയും നമുക്ക് നിർത്താൻ തോന്നും, പക്ഷെ നിർത്തരുതെന്ന് പറയുന്ന പോലെ നിർത്താൻ പല വർഷം തോന്നിയായിരുന്നു. പക്ഷെ അതിനെ ഓവർകം ചെയ്തിട്ട് പഠിക്കുക കഴിയുമ്പോൾ ഓക്കെ ആവും. ഇപ്പൊ തോന്നുന്നുണ്ട് ഈ പറയുന്ന പ്രാരാബ്ദങ്ങളൊക്കെ കൂടെ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ എത്തിയത്. അത് ആക്ച്വലി വീട്ടിലെ ഏട്ടനുണ്ട്, പക്ഷെ ഏട്ടന് ആക്ച്വലി തിരക്കാണ്, നല്ല തിരക്കാണ്. അപ്പം സ്വന്തമായിട്ട് ബിസിനസ്സാണ്. അപ്പോൾ ഏട്ടൻ എന്തായാലും അമ്മയുടെ കൂടെ ഫുൾ ടൈം നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അമ്മ നിർബന്ധിച്ച് അമ്മയുടെ ഒരു അസുഖം വന്നുകൊണ്ടാണ് ശരിക്കും എനിക്ക് നാട്ടിലേക്ക് വരാൻ പറ്റിയത്. ആക്ച്വലി അതൊരു പോസിറ്റീവായി. അതെ, അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും പ്രൈവറ്റ് സ്ഥാപനത്തിൽ ജോലി ചെയ്ത് അങ്ങനെ തന്നെ ലൈഫ് മുമ്പോട്ട് പോയാൽ ആക്ച്വലി. ഇപ്പം ഈ പഠനത്തിൻ്റെ ഇടയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റുകൾ ഏതൊക്കെയായിരുന്നു? സബ്ജക്റ്റ് ഹിസ്റ്ററി. അത് ഒന്നാമത് നമ്മൾ സ്കൂളിൽ പഠിച്ച ഹിസ്റ്ററിനെക്കാട്ടും ഡീപ്പായിട്ട് നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവും പഠിക്കണമെങ്കിൽ. ഇപ്പം ഇൻഡിപെൻഡൻസ് അല്ല, അപ്പം അത് നല്ല ഡെപ്തായിട്ട് നോക്കാൻ തോന്നും. ഹിസ്റ്ററി ആയിരുന്നു ഏറ്റവും. ഓക്കെ. മാത്സ് ഒക്കെ ബുദ്ധിമുട്ടായിരുന്നോ അതോ ഈസി ആയിരുന്നോ? മാത്സ് ഞാൻ ബേസിക്കലി അക്കൗണ്ടൻ്റ് ആണ്. അപ്പം കാൽക്കുലേഷനൊക്കെ കുറേ 10 വർഷമായി, 10 വർഷത്തിന് മുകളിൽ എക്സ്പീരിയൻസ് ഉണ്ട് അക്കൗണ്ട്. ആൾറെഡി ഒരു അക്കൗണ്ടന്റായി വർക്ക് ചെയ്തുകൊണ്ട് മാത്സ് വലിയൊരു പ്രശ്നം. മാത്സ് കാൽക്കുലേഷൻ ഒക്കെ എനിക്ക് ഈസി ആയിരുന്നു. ഇംഗ്ലീഷ് മലയാളമൊക്കെയോ? ഇംഗ്ലീഷ് മീഡിയം ആയിരുന്നു ഞാൻ +2 വരെ. അപ്പോൾ ഇംഗ്ലീഷിന് വലിയൊരു ബുദ്ധിമുട്ടില്ല. മലയാളം പഠിച്ചെടുത്തു. കുറച്ച് ടഫ് പോലെ തോന്നി, പക്ഷെ എന്നാലും പഠിച്ചെടുത്തു. ടഫായിട്ട് തോന്നിയ സബ്ജക്ട് ഏതായിരുന്നു? സയൻസ് ആയിരുന്നു ആക്ച്വലി. സയൻസ് സബ്ജക്ട്. ഞാൻ കൊമേഴ്സ് ആണ്. കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ആണ്. അപ്പം 10th 2000 പാസ്സായതാണ്. അപ്പോൾ അതിനുശേഷം സയൻസ് എന്ന് പറഞ്ഞൊരു സംഗതി തലയിലില്ല. ഇല്ല. സയൻസിനെ എങ്ങനെയാ മാറ്റിയെടുത്തത് ആക്ച്വലി വിദ്യാഭ്യാസത്തിന്റെ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഞാൻ ആക്ച്വലി ഇത് ഒഴിവാക്കിയതായിരുന്നു, പഠിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ക്ലാസ് കേട്ട് വന്നു കഴിഞ്ഞപ്പം നമ്മൾ ജസ്റ്റ് എഫേർട്ട് ഇടുവാണെങ്കിൽ അവർ ഔട്ട്പുട്ട് തരുന്നുണ്ട്. അപ്പം അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് അത് ക്ലിയർ ചെയ്തെടുത്തു. എപ്പോഴെങ്കിലും കുറച്ചും കൂടെ നേരത്തെ തുടങ്ങായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെയില്ല, ഓരോരുത്തരും സമയമുണ്ടെന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ നമ്മള് കുട്ടികൾ ആൾറെഡി എന്ത് ചെയ്യുന്നുണ്ടാവും, ഇപ്പൊ ഓർക്ക് ആൾറെഡി ഇപ്പൊ പഠിച്ച വഴികൾ പറഞ്ഞു, എങ്ങനെയൊക്കെയാണ് വന്നത് പറഞ്ഞു. പിന്നെ ഒരു പഠിപ്പിയായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്നുള്ളത് പ്രാരാബ്ദങ്ങളും കാര്യങ്ങളും ഒക്കെയാണ്. അമ്മ കൂടെ നിൽക്കാൻ വിളിച്ചതാണ് എന്ത് ചെയ്യുന്നത്, PSCയിലേക്ക് എത്തിച്ചത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഓരോട് എന്താ പറയാനുണ്ടാവുക? മെയിനായിട്ട് പറഞ്ഞാൽ ടൈം യൂട്ടിലൈസ് ചെയ്യുക ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം. കാരണം നമ്മൾ ഇപ്പം ഞാൻ ചിന്തിച്ച് പറഞ്ഞാൽ നാളെ എക്സാം എഴുതിയിട്ട് കിട്ടുമോ ഇല്ലയോ എന്നുള്ളതല്ല. ഇപ്പം ഞാൻ വിചാരിക്കുന്നത് ഇപ്പം നാളെ എനിക്ക് റിഗ്രറ്റ് തോന്നരുത്, ഞാൻ ആ സിനിമ കണ്ട സമയത്ത് എനിക്ക് പഠിക്കായിരുന്നു എന്നുള്ളൊരു റിഗ്രറ്റ്. ഇപ്പോൾ 1 മാർക്കിനായിരിക്കും നമ്മുടെ കട്ട് ഓഫ് താഴെ പോവുക. അങ്ങനെ ഒരു റിഗ്രറ്റ് ഉണ്ടാവരുത്. നമ്മൾ വർക്ക് ചെയ്യുക, റിസൾട്ട് ഓട്ടോമാറ്റിക്കലി വരും എന്നുള്ളൊരു കൺസെപ്റ്റാണ് എനിക്ക്. ഓക്കെ. അപ്പോൾ അവരോട് എന്തൊക്കെ ഉപയോഗിച്ച് പഠിക്കണം, അല്ലെങ്കിൽ ഇപ്പം ഈ 2 വർഷം പഠിച്ചൊരു എക്സ്പീരിയൻസിലുണ്ട്, ഇപ്പോൾ LDന്റെ ഒക്കെ എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുന്നുള്ള ഉപകാരപ്രദമായ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. സിലബസ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക, അതാണ്. പക്ഷെ എനിക്ക് ശരിക്കും വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ തരുന്ന ക്ലാസ്സസിന് ട്രസ്റ്റ് ചെയ്യുക, അത് മാത്രമേ ഞാൻ ചെയ്തോളൂ. പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, അതായത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പരീക്ഷകളൊക്കെ കാണുന്ന സമയത്ത് ചെയ്തു നോക്കുമായിരുന്നോ? ആ സമയത്ത് ഏതൊക്കെ പരീക്ഷ ഉണ്ടായിരുന്നു അതെല്ലാം വർക്കൗട്ട് ചെയ്ത് നോക്കുമായിരുന്നു. ആൻസർക്ക് വരുമ്പോൾ ചെക്ക് ചെയ്ത് നോക്കും. അപ്പം നമുക്കറിയാൻ പറ്റും എൻ്റെ വീക്ക് പോയിന്റ് എവിടെയാണെന്നുള്ളത് നോക്കിയിട്ട് ആ പോർഷൻ ഒരു ക്വസ്റ്റ്യൻ വരികയാണ്, അതെനിക്ക് ഐഡിയ ഇല്ല, ബ്ലാങ്ക് ആണ്. അപ്പം ഞാൻ ആ പോർഷൻ എടുത്ത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഓക്കെ. യൂട്യൂബിൽ എല്ലാത്തും നോക്കി മൊത്തത്തിൽ പഠിക്കും. അപ്പോൾ ഇനിയിപ്പോൾ ഒരു PSC ഒന്നും ഇല്ല? നിർത്തി. അതെ, അവസാനത്തെ പരീക്ഷയാണ്, അത് 1ാം റാങ്ക് തന്നെ.
നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ അണയാൻ നേരത്തുള്ള ആളിക്കത്തലായിരുന്നു ആ ഫസ്റ്റ് റാങ്ക് എന്നുള്ളത്. അപ്പൊ എപ്പോഴെങ്കിലും പരീക്ഷ കഴിഞ്ഞിട്ട് ആദ്യത്തെ ഒരു 20-നുള്ളിൽ അല്ലെങ്കിൽ 10-നുള്ളിൽ ഉണ്ടാവും എന്നൊക്കെ പ്രതീക്ഷ ഉണ്ടായിരുന്നോ? ഇല്ല, ഞാൻ ആക്ച്വലി കറക്റ്റ് റിവൈസ് ചെയ്ത് പോലും നോക്കിയില്ല ക്വസ്റ്റ്യൻ ആൻസർ. ഇല്ല. കാരണം അമ്മേനോട് പറഞ്ഞായിരുന്നോ? ലിസ്റ്റിൽ ഉണ്ടാവും എന്ന് പറഞ്ഞായിരുന്നോ? ഞാൻ അങ്ങനെ പറഞ്ഞില്ല ആക്ച്വലി. ഇല്ല പറഞ്ഞില്ല പറഞ്ഞാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ട് നമ്മൾ അതിന്റെ പുറകെ ഞാൻ പോയില്ല. എക്സാം എഴുതി ഞാൻ വിട്ടു. ടെൻഷൻ ഉണ്ടായിരുന്നു, പിന്നെ നോക്കാൻ പോയില്ല. പിന്നെ ഞാൻ ജോലിയിലേക്ക് കയറി. ഞാൻ ഒരു നെക്സ്റ്റ് വീക്കാണ് ജോലിയിലേക്ക് കയറി. ഇപ്പോൾ റിസൾട്ട് അറിഞ്ഞപ്പോൾ അമ്മയുടെ ആ ഒരു എക്സ്പ്രഷൻ എന്താ? വീട്ടുകാരെല്ലാം സന്തോഷമായി. സന്തോഷമായിരുന്നു. പിന്നെ എന്താ പറയാ, ഫസ്റ്റ് റാങ്ക് കിട്ടുമ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷം തോന്നും. അതെ, അതിന്റെ ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ. അച്ഛനൊക്കെ നല്ല ഹാപ്പി ആയിരുന്നു. എല്ലാവരും ഹാപ്പിയാണ്. ചേട്ടൻ ചേച്ചി എല്ലാവരും ഹാപ്പിയാണ്. കളിയാക്കുകയൊക്കെ ചെയ്യും. അങ്ങനല്ല, ഫ്രണ്ട്സൊക്കെ സ്കൂൾ ഗ്രൂപ്പില് വയസ്സാങ്കാലത്ത് നിനക്ക് ഇങ്ങനെ ജോലി കിട്ടിയത്. വയസ്സൊന്നൊരു പ്രശ്നമല്ല, പലർക്കും തോന്നുന്ന ഒന്നാണ്. ഈ ഒരു 38-39 ആയി കഴിഞ്ഞാൽ ഇനി ന്യൂ ജനറേഷനോട് മത്സരിച്ച് എത്തുമോ എന്നുള്ളതൊക്കെ. അപ്പൊ നമ്മൾ കണ്ടു 2K കിഡും ഫസ്റ്റ് റാങ്ക് അടിക്കുന്നുണ്ട്. അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, 80s 90s എല്ലാവരും നേടുന്നുണ്ട്. സാഹചര്യം അനുകൂലമാക്കി ആരാണോ എടുക്കുന്നത് അവരാണ് എന്ത് ചെയ്യുന്നത്, പരീക്ഷകളിൽ മുൻനിരയിൽ എത്തുന്നതും റാങ്കുകൾ അടിക്കുന്നതും. അപ്പൊ നമ്മളും നമ്മുടെ സാഹചര്യം മാക്സിമം എന്ത് ചെയ്യുക, നമുക്ക് റാങ്ക് അടിക്കാനുള്ള ആ ഒരു ലെവലിലേക്ക് ആക്കിയെടുക്കുക എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ ജയേഷിൽ നിന്നും മനസ്സിലാക്കിയത്. ഇപ്പൊ എന്തായാലും ഇനി നിങ്ങൾക്കും പ്രതിസന്ധികളും പ്രാരാബ്ദങ്ങളും ഒക്കെ കൂടെ കൊണ്ട് നടക്കുന്ന ആളുകൾക്ക് ജയേഷ് ഒരു മാതൃകയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി ജയേഷ് നേടിയ ആ ഒരു വലിയ വിജയത്തിന്, ഏറ്റവും അവസാന നാളുകളിൽ വലിയൊരു വിജയം തന്നെയാണ് കരസ്ഥമാക്കിയത്. തൻ്റെ ലൈഫ് സെക്യൂർഡ് ആയി. ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് വേറൊരു പരീക്ഷ എന്നോ അല്ലെങ്കിൽ ഇതിനേക്കാൾ ബെറ്റർ എന്നൊന്നും ചിന്തിക്കാനുള്ള ഒരു ഓപ്ഷൻ അതിലില്ല. പക്ഷെ ഈ കിട്ടിയ തന്നെ ഏറ്റവും അമൂല്യമായിട്ടുള്ള ഒരു ജോലിയായിട്ട് 2 മാസത്തിനുള്ളിൽ എന്തായാലും കയറി ജോലിയിൽ തന്നെ കാണട്ടെ. ഇനി അവിടെ ഇരുന്നുകൊണ്ട് ഡിപ്പാർട്ട്മെന്റൽ ടെസ്റ്റുകളൊക്കെ എഴുതിയിട്ട് പിന്നെ അങ്ങോട്ടേക്കുള്ള പ്രൊമോഷനും കാര്യങ്ങളൊക്കെ നേടട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി ഫസ്റ്റ് റാങ്കിന് നമുക്ക് കൺഗ്രാറ്റുലേഷൻ അഗെയിൻ. വീണ്ടും കാണാം. താങ്ക് യു.